മനുഷ്യന്റെ ഉള്ളിൽ തുടികൊട്ടി പാടുന്ന ഒരു വിഷാദഗാഥ. അല്ല, കാണാൻ പോകുന്ന പൂരമല്ലേ, പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, മദ്യം, മയക്കുമരുന്ന്, പുകവലി വല്ലാത്ത രോഗം തന്നെ. ഹേ കൂട്ടരെ, പോകരുത്. ഒരു നിമിഷം നമുക്ക് ഈ അരങ്ങിലേക്ക് കടന്നു ചെല്ലാം. കാണില്ലേ, നിങ്ങൾ പോകരുത്. ഇതാ ഇങ്ങോട്ട് നോക്കൂ. നമസ്കാരം. എല്ലാവർക്കും എന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അഥവാ മനസ്സിലാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നു. ഞാൻ മദ്യം ഇപ്പോഴൊന്നും തീരില്ല. ഞാനൊരാളെ കൊല്ലിയാണെങ്കിലും ചിലർക്ക് എന്നോട് എന്തൊരു മതിപ്പാണ്. ഞാനില്ലാത്ത എന്തൊരു സർക്കാരും. മലയാളിയുടെ ഏത് ആഘോഷമായാലും ചടങ്ങായാലും അവിടെ ഞാനുണ്ട്. നമ്മുടെ നാട്ടിൽ എന്നെ വിൽക്കുന്ന എത്രയെത്ര ഷോപ്പുകൾ, എത്ര പേരുടെ ജീവിതങ്ങളാ ഞാൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. എത്ര കുടുംബങ്ങളെ ഞാൻ അനാഥമാക്കി. പ്രായം കുറഞ്ഞ കുട്ടികൾ പോലും. അല്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചാൽ പരമബോധല്ലേ. ഞാൻ നിർത്തുന്നു. ഞാൻ ചില കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാനും എന്റെ കൂട്ടുകാരായ സിഗരറ്റും കഞ്ചാവും വിവിധ ലഹരികളും ചേർന്ന് നാട് പിടിക്കുന്ന കഥകൾ ഒരുപക്ഷെ ഞങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ ദുരവസ്ഥ. ആനന്ദപുളകിതമാകണം ജന്മനം. ഇതാരാണ് എഴുതിയത്? എന്റെ ആരെയും ജന്മം കൂടെ ഇഷ്ടമുള്ളതല്ലേ? അതോ ഇടപ്പള്ളിയാകും മറ്റാട്ടാകും? ഏവനായാലും എനിക്കെന്താ? അയ്യോ, അടിയൻ ജന്മം കൂടെയല്ലേ? ആ മരത്തിൽ അടുത്തോടിരിക്കുന്നു. നിന്നെ കളഞ്ഞു പോയത് എടോ നിന്നെപ്പോലുള്ള കുടിയന്മാർ നാടിനല്ലോ, കുടുംബത്തിനും നാട്ടുകാർക്കുമൊക്കെ ശാപമാണ്. നീയൊന്നും ഒരിക്കലും ജീവിച്ചിരിക്കരുതാ ചേട്ടകളെ. കണ്ടോടാ ആ അമ്മയുടെ വേദന, എത്രയോ സ്ത്രീകളുടെ ദുരവസ്ഥ. ഈശ്വര, ഈ നാട് ഇങ്ങനെയായി പോയോ? ഷാജി, എനിക്ക് മാപ്പ് തരണം, മാപ്പ് തരും. എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും കാണും. നീ എന്നെ സഹായിക്കില്ലേ? ഇതൊക്കെയാണോ ഒരു കുടിയന്റെ ജീവിതം? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. എടോ പരമനാറി, അത് നീ കാണണം, ലോകം കാണണം. ആ കാഴ്ച, കരളിലേക്കുന്ന ആ കാഴ്ച എന്നെ ഭ്രാന്തനാക്കി. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഞാൻ ഈ ഭ്രാന്താശുപത്രിയിൽ കഞ്ചാവിന്റെ ലഹരികൾ എന്റെ കൂടെ പഠിച്ച പെണ്ണിനെ പോലും മയക്കുമരുന്ന് കൊടുത്ത് ഞാനവളെ നശിപ്പിച്ചു. എന്നെ ആർക്കും വേണ്ടാതായി. അമ്മയില്ല, പെങ്ങളില്ല, എന്റെ ഭ്രാന്തൊക്കെ മാറി. പക്ഷേ ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അവരെന്നെ കൊല്ലില്ലേ?
ഇനി ആജീവനാന്തം ഞാനിവിടെ ഭ്രാന്തൻ തന്നെ. ഈ ഭ്രാന്താശുപത്രിയിൽ ഭ്രാന്ത് അഭിനയിച്ച് കിടക്കാം. ഇത് എന്റെ വിധി. ലഹരിയുടെ ഭൂതകത്തിൽ ഈശ്വര ഒന്നും എനിക്ക് ഓർമ്മയില്ല. അമ്മേ, ഞാൻ ഇനി എന്റെ ജീവിതം കൂട്ടുകാരെ, നിങ്ങളാരും ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. നിങ്ങൾ ചെയ്യുന്നു എന്താണെന്ന് നിങ്ങൾ പോലും തിരിച്ചറിയില്ല. എന്റെ അനുഭവം ഇതാ. ഈ ജയിലിൽ നിന്നും ഭ്രാന്താശുപത്രിയിലെ എനിക്ക് ലഹരി വേണം. എനിക്ക് അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. മോനെ, എന്തിനാണ് നീ ഇങ്ങനെ നശിക്കുന്നത്? എനിക്ക് നിന്നെ തിരിച്ചു വേണം. എന്റെ മകനെ ഒന്നും ചെയ്യരുതേ. അവനൊരു പാവമാണ്. അവനെ കൊണ്ടുപോകരുതേ. അവനെ കൊണ്ടുപോകരുതേ. അവനെ കൊണ്ടുപോകരുതേ. അമ്മേ, എനിക്ക് ലഹരി തരൂ അമ്മേ. എനിക്കിതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ മരിച്ചു പോകും അമ്മേ. എനിക്ക് തരൂ, ലഹരി തരൂ അമ്മേ. എന്നെ ഈ ചങ്ങലക്കെട്ടിൽ നിന്ന് മോചിപ്പിക്കും അമ്മേ. ഞാൻ മരിച്ചു പോകും അമ്മേ. ഞാൻ മരിച്ചു പോകും അമ്മേ. അമ്മേ, എന്നെ വിടൂ. എന്നെ വിടൂ അമ്മേ. അമ്മേ, എന്നെ വിടൂ. എന്നെ വിടൂ. എന്നെ വിടൂ. എന്നെ കൊണ്ടുപോകരുത്.